ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്നൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനം 1/2 കിലോ വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞു വെച്ചത്, ഒരു സവോള, 2 പച്ചമുളക്, ഒരു 4 വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി. ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമ്മൾ സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ. ഇത് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റണം. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കറികളാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്കയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റോട് നമുക്ക് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാവുന്നതേ ഉള്ളേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. വെണ്ടയ്ക്കയ്ക്ക് ഒരുപാട് ഉപ്പിടരുത് കേട്ടോ. ഈ ബാക്കിയുള്ളതിനകത്ത് കുറച്ച് കൂടുതൽ ഇടുന്ന പോലെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉപ്പ് കഴിച്ചു പോകും. അത് കാരണം ഇത് വളരെ സൂക്ഷിച്ച് വേണം ഇതിനകത്ത് ഉപ്പിടാൻ. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഒരുപാട് ചേർക്കരുതേ, ഇത്രയും മതി. സ്വല്പം ഒരുപാടങ്ങ് ചേർത്ത് കഴിയുമ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ വേറൊരു കളറായി പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. മുളകിനൊക്കെ ഒരു ചെറിയൊരു കുത്തൽ ഉണ്ടാകും, അത് മാറിക്കിട്ടണം ഈ എണ്ണയിൽ കിടന്നിട്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്കകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിനധികം വേവില്ലാത്തതല്ലേ, അപ്പം വെള്ളം ഒഴിക്കാതെ ഈ എണ്ണയിൽ കിടന്ന് വേണം ഇത് മുരിഞ്ഞു വരാൻ. അതുപോലെ വെള്ളം ഒഴിക്കാൻ പറ്റാത്തതാണ് ക്യാബേജ് തോരനും മെഴുക്ക് പുരട്ടിക്കും ഒന്നിനും വെള്ളം ഒഴിക്കരുത്. ഈ വെണ്ടയ്ക്ക ആകുമ്പോൾ അരിഞ്ഞെടുക്കാനും എളുപ്പമാണ്. നമുക്കിപ്പം പെട്ടെന്ന് സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചോറിന് കറികൾ വേണമെങ്കിൽ ഇതുപോലെ ഒരു മോര് കാച്ചിയതും ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ക്യാബേജ് മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ആദ്യം ഞാൻ പേടിച്ച ഉപ്പിടുന്നത്, കാരണം വെണ്ടയ്ക്കകത്ത് പെട്ടെന്ന് ഉപ്പ് ഇതായി പോവും അധികം ചേർത്ത് കഴിഞ്ഞാൽ. 4-5 മിനിറ്റ് മതി നമുക്ക് ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കണം. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഞാനൊരു 2 പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം ഈ നീരാവി കിടന്ന് വേണം നമ്മൾ ഇതിങ്ങനെ വെന്ത് കിട്ടാൻ. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇത് എടുക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തുറന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് മെഴുക്ക് പുരട്ടി റെഡിയാകും. നല്ല ഫൈബറുള്ള ഒരു സാധനമാണ് വെണ്ടയ്ക്ക. ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് പറയത്തില്ലേ, ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന്. ഇപ്പോൾ ഫൈബറൊക്കെ നന്നായിട്ട് കിട്ടാൻ ഈ വെണ്ടയ്ക്ക വളരെ നല്ലതാണ്. വെണ്ടയ്ക്ക കൊണ്ട് പല ടൈപ്പ് കറികൾ ഉണ്ടാക്കാം. തീയൽ വെക്കാം, അതുപോലെ മപ്പാസ് പോലെ നമ്മൾ വെക്കത്തില്ല, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അതൊരു ദിവസം ഞാൻ കാണിച്ചു തരാവേ. അത് നല്ല കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഈ വെണ്ടയ്ക്ക ഒരു പാല് കറിയുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാവേ. ഇതാണേലും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പോകുന്ന ഒരു ഡിഷാണ് ഈ മെഴുക്ക് പുരട്ടിയാണേലും. ചപ്പാത്തിയുടെ കൂടെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമല്ലോ, തോരനാണേലും മെഴുക്ക് പുരട്ടിയാണേലും എല്ലാം. ഈ മെഴുക്ക് പുരട്ടിയുടെ കൂടെ നമുക്ക് ചേർന്ന് പോകുന്നത് ചമ്മന്തി, മെഴുക്ക് പുരട്ടി, ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ ചോറിനാണ് ധാരാളമാണ് അല്ലേ. ഇപ്പം അധികം കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഈസി ആയിട്ടുള്ള കറികൾ നമ്മൾ വെക്കാൻ നോക്കണം. ഒരു പച്ചമോരും ചമ്മന്തിയും ഓംലെറ്റ് അല്ലെങ്കിൽ ഇതുപോലൊരു മെഴുക്ക് പുരട്ടി, അതൊക്കെ ആകുമ്പം നമുക്ക് അധികം കിടന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കഴിയുന്നതും കുക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ഈ പുറത്തെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോഴേ ഓരോരോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഓരോരുത്തർക്ക് വരുന്നുണ്ടല്ലോ. കഴിയുന്നതും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ഒത്തിരി റെസിപ്പികളുണ്ട്. അതൊക്കെ നമ്മൾ വെച്ചിട്ട് ഈസി ആയിട്ടുള്ള കറികളും ഒക്കെ കൊടുത്ത് കുഞ്ഞിലേ അങ്ങ് ശീലിപ്പിച്ചാൽ മതി. അപ്പം വളർന്നു വരുമ്പോഴും അവർ കുറച്ചൊക്കെ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പൊക്കോളും. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള കാലത്ത് അല്ലേ. ഇതിപ്പോൾ ഏതാണ്ട് കുക്ക് ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് നോക്കിയാൽ മതി ഇത് ശരിക്കും വെന്തോന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുകുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളതാണ്. പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ഓഫീസിൽ പോകാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മെഴുകുവരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയാനും താല്പര്യമുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്